ശ്രീകോവിലിൻ്റെ സമർപ്പണം ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ നവീകരണ പദ്ധതികൾക്ക് ഇതോടുകൂടി തുടക്കം കുറിക്കുകയാണ്. ഞങ്ങളിവിടെ ഒറ്റരാശി വെച്ച് ഭഗവാന്റെ ഹിതം പരിശോധിച്ചപ്പോൾ ശ്രീകോവിലിൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഭഗവാന്റെ ഹിതം മനസ്സിലാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് ഇന്ന് ശ്രീകോവിൽ സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കൊട്ടാരക്കരയുടെ സമഗ്ര വികസന പദ്ധതി ഇവിടുത്തെ MLA കൂടിയായ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലുമായി കൂടി ആലോചിച്ച് വലിയൊരു 25 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 5 കോടി രൂപയുടെ വികസനവും ഉണ്ടാകും. നാളെ 23-ന് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഏകദേശ രൂപം ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം സമീപകാല ഭാവിയിൽ തന്നെ ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടൊരു വികസന സംഘാടക സമിതി ഇവിടെ മന്ത്രിയുമായി കൂടി ആലോചിച്ച് വിളിച്ചു ചേർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ശ്രീകോവിലിൻ്റെ നവീകരണം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അഷ്ടബന്ധ കലശം ഉത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ അഷ്ടബന്ധ കലശവും നവീകരണ കലശവും ഉത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ആരംഭിക്കും. അതിനുശേഷം നാലമ്പലത്തിൻ്റെ നവീകരണം, മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് ശിവേലിപ്പാതയുടെ നവീകരണം, അങ്ങനെ സമഗ്രമായൊരു നവീകരണം ക്ഷേത്രത്തിനുള്ളിലായാലും പുറത്തായാലും, പുറത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ സ്കെച്ചും പ്ലാനും ഒക്കെ ആയിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു വികസന മാതൃക ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു.